ഹലോ, ഇന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ വെഡ്ഡിങ്ങാണ്, അമലുവിൻ്റെ. സോ രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. പള്ളത്ത് വെച്ചിട്ട് ആണ് നമ്മുടെ വെഡ്ഡിങ്. അവിടെ ഒരു പള്ളി ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. പിന്നെ ഞാൻ ഹെയർ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം പോകുന്നുള്ളൂ. അവിടെ നിന്ന് എനിക്ക് വേറൊരു കൊളീഗായിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വരെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാരിയുടെ തുമ്പുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടി വെച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എൻ്റെ കൊളീഗുമായിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മളെത്തിയ സമയത്ത് വേറെ 1-2 പേരൂടെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് സമയത്താണ് നമ്മൾ ചെന്നത്. 11:09-നും 12:20-നും ഇടയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളവിടെ എത്തി. ഷാർപ്പ് ടൈമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെങ്കൊച്ച് അമലു. അപ്പം അമലുവിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? സദ്യയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോയിട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കറികളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചൂടാണ് നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം. ഒരു രക്ഷയില്ല ചൂട് കാരണം. പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. അതുപോലെ ചൂടാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത ചൂടാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ടയേർഡാണ്. ഇപ്പം കഴിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ സദ്യ, ബിരിയാണി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം വരുമല്ലോ. അപ്പോൾ ആ ഒരവസ്ഥയിലാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കഥകളൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഓഫീസിലെ ഓരോ സ്റ്റാഫാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ചെടിയല്ല, മരങ്ങൾ, പൂക്കളുള്ള കണിക്കൊന്നയാണത്. പിന്നെ എന്തൊക്കെയോ ചെടികളും മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ആ കളറ് നല്ല കോമ്പിനേഷൻ അല്ലായിരുന്നു. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് സൂര്യനാനെ ഇങ്ങനെ ഉച്ചയിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ബൈപ്പാസ് വഴിയാണ് കയറി വന്നത്. അപ്പം വരുന്ന വഴിക്ക് നമ്മളൊരു സോഡ നാരങ്ങ സംഭാരക്കടയൊക്കെ കണ്ടു. ആ വരുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് ചെറിയൊരു കട കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചു, ഭയങ്കര ചൂടല്ലേ, സംഭാരം മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. കണ്ടത്തിൻ്റെ സൈഡായിരുന്നതുകൊണ്ട് നല്ല കാറ്റായിരുന്നു. അപ്പോൾ കുടത്തിലൊക്കെയാണ് നമുക്ക് സംഭാരം തന്നത്. ഒരു ലൈമ് മേടിച്ചാലോ എന്ന് ആലോചിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ ടേസ്റ്റ്, ഒന്നും പറയണ്ടല്ലോ. പിന്നെ തണുപ്പും കുറവായിരുന്നേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ?